ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഹരിത. ഐര മീഡിയ മിനിസ്ട്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. 1932 ഐരയിലും പരിസര പ്രദേശങ്ങളിലും ലത്തീൻ റീത്തിൽ രൂപപ്പെട്ട കത്തോലിക്ക വിശ്വാസ സമൂഹത്തിനു വേണ്ടി ഫാദർ ജോൺ ഡെമിഷൻ OCD വിശുദ്ധ കുരിശിന്റെ നാമധേയത്തിൽ 1957 പ്രതിഷ്ഠിച്ച ദേവാലയം കാലപ്പഴക്കവും സ്ഥലപരിമിതിയും കാരണം 2006 ഇടവക വികാരിയായിരുന്ന നിക്കോളാസ് അച്ഛന്റെ നേതൃത്വത്തിൽ പുനർനിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചില കാരണങ്ങളാൽ നിർമ്മാണ പ്രവർത്തനം നിലച്ചുപോവുകയും തുടർന്ന് ഇടവക വികാരിയായി AG ജോർജ് അച്ഛന്റെ നേതൃത്വത്തിൽ 2020 ഫെബ്രുവരി പുതിയ കമ്മിറ്റി രൂപീകരിക്കുകയും 2024 സെപ്റ്റംബർ 14 ദേവാലയം ആശീർവദിക്കുകയും ചെയ്തു. ദേവാലയത്തിന്റെ 1ാം വാർഷികം 2025 സെപ്റ്റംബർ 7 മുതൽ 14 വരെ നടക്കുകയാണ്. ഇടവക തിരുനാളിലെ തിരുക്കർമ്മങ്ങളിൽ താങ്കളുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. തിരുനാൾ ഒരുക്കത്തിനെ കുറിച്ച്. ഓഗസ്റ്റ് 31 ഞായർ തിരുനാൾ ഒരുക്കത്തിന്. വൈകുന്നേരം 4:30 ജപമാല ലിറ്റനി. വൈകുന്നേരം 5 ആഘോഷമായ തിരുനാൾ ഒരുക്ക ദിവ്യബലി. തുടർന്ന് ധ്യാനം. നയിക്കുന്നത് റവറൻഡ് ഫാദർ ഡെന്നീസ് പ്രവീൺ OCD, ബെത്സൈദ ആശ്രമം, പുളിങ്കുടി. നേതൃത്വം വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതി, അൽമായ ശുശ്രൂഷ സമിതി, കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ സമിതി. നമ്മൾ ഓരോരുത്തരും ഇന്ന് തിരുനാൾ ഒരുക്ക ദിനമായി ആചരിച്ചു. ഇനി നമുക്ക് അനുതാപം ആവശ്യമാണ്, അല്ലെ? സെപ്റ്റംബർ 6 ശനി ദിവ്യകാരുണ്യം. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ദിവ്യകാരുണ്യ ആരാധന. DCCകളുടെയും ശുശ്രൂഷാ സമിതികളുടെയും നേതൃത്വത്തിൽ വൈകുന്നേരം 5 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ കുമ്പസാരം. തുടർന്ന് ദിവ്യകാരുണ്യ ആശീർവാദം. വൈകുന്നേരം 7 മണിക്ക് ആഘോഷമായ ദിവ്യബലി. മുഖ്യ കാർമ്മികൻ റവറൻഡ് ഫാദർ ഇമ്മാനുവൽ ജോൺ OCD, ഇടവക വികാരി. നേതൃത്വം അജപാലന ശുശ്രൂഷ സമിതി, സാമൂഹ്യ ശുശ്രൂഷ സമിതി. നമ്മൾ ഓരോരുത്തരും ഇന്ന് തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി തിരുനാൾ അടിച്ചുപൊളിക്കാൻ പോവുകയാണ്. 2025 സെപ്റ്റംബർ 7 ഞായർ തിരുനാൾ പ്രാരംഭത്തിൽ വൈകുന്നേരം 5 മണിക്ക് ബൈബിൾ പാരായണം. വൈകുന്നേരം 5:30 ജപമാല ലിറ്റനി നൊവേന. വൈകുന്നേരം 6 മണിക്ക് കുരിശടിയിൽ നിന്ന് ദേവാലയത്തിലേക്ക് പ്രദക്ഷിണം ഇപ്രകാരമായിരിക്കും. മുൻപിൽ കുരിശ്, തിരികൾ തെളിയിച്ച അൾത്താര ബാലകർ, ധൂപം, ഓരോ BCC യൂണിറ്റും ബാനർ ഉപയോഗിച്ച് ഓരോ യൂണിറ്റുകാരും ഓരോ യൂണിറ്റിന്റെയും മുൻപിൽ ആ യൂണിറ്റിന്റെ വിശുദ്ധന്റെ ഫോട്ടോ 2 പേർ ചേർന്ന് പിടിക്കുന്നു. പുറകിലായി യൂണിറ്റിലെ കുടുംബാംഗം. ഈ ക്രമത്തിന് ദേവാലയത്തിലേക്ക് വരും. ദേവാലയത്തിന്റെ മുൻപിൽ ഓരോ യൂണിറ്റും നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. തുടർന്ന് ഓരോ BCC യൂണിറ്റും തന്റെ യൂണിറ്റിന്റെ വിശുദ്ധനെ കുറിച്ച് 2 മിനിറ്റ് സംസാരിക്കുന്നു. തുടർന്ന് അൾത്താരയിൽ നിന്നും വൈദികൻ, അൾത്താര ബാലകർ, തിരുനാൾ കൊടി കയ്യിൽ കൊണ്ടുവരുന്ന മാലാഖ കുട്ടികൾ. തുടർന്ന് വൈകുന്നേരം 6:30 തിരുനാൾ കൊടിയേറ്റ്. അതിനുശേഷം ആഘോഷമായ തിരുനാൾ പ്രാരംഭ ദിവ്യബലി. മുഖ്യ കാർമ്മികൻ റവറൻഡ് ഫാദർ ജെറിൻ ജോസഫ് OCD, സെന്റ് ജോസഫ് ആശ്രമം, കൊല്ലം. വചന സന്ദേശം റവറൻഡ് ഫാദർ ജോയ് മുസോളിനി OCD, ബെത്സൈദ ആശ്രമം, പുളിങ്കുടി. നേതൃത്വം സെന്റ് ജെയിംസ് BCC, KLCA, KLCWA. 2025 സെപ്റ്റംബർ 8 തിങ്കൾ മുതൽ 2025 സെപ്റ്റംബർ 12 വെള്ളി വരെ വൈകുന്നേരം 5:30 ബൈബിൾ പാരായണം. വൈകുന്നേരം 6 മണിക്ക് ജപമാല ലിറ്റനി നൊവേന. വൈകുന്നേരം 6:30 ആഘോഷമായ ദിവ്യബലി. 2025 സെപ്റ്റംബർ 8 തിങ്കൾ അടിസ്ഥാന ക്രൈസ്തവ കൂട്ടായ്മ ദിനം. മുഖ്യ കാർമ്മികൻ റവറൻഡ് ഫാദർ സജിൻ തോമസ്, ഇടവക വികാരി, പത്തനംതിട്ട. വചന സന്ദേശനം റവറൻഡ് ഫാദർ സബിൻ C. പത്രോസ്, സഹവികാരി, ഉണ്ടമ്പുഴ. നേതൃത്വം സെന്റ് ജോൺസ് PCC യൂണിറ്റ്, ലീജിയൻ ഓഫ് മേരി, വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി. 2025 സെപ്റ്റംബർ 9 ചൊവ്വ കുടുംബദിനം. മുഖ്യ കാർമ്മികൻ വെരി റവറൻഡ് മോൺസിഞ്ഞോർ VP ജോസ്, രൂപതാ ശുശ്രൂഷ കോർഡിനേറ്റർ. വചന സന്ദേശനം റവറൻഡ് ഫാദർ സ്റ്റീഫൻ OCD, ഇടവക വികാരി, നെടുവിള. നേതൃത്വം സെന്റ് ഫിലിപ്പ് BCC, സെന്റ് ഫ്രാൻസിസ് സേവിയർ BCC. 2025 സെപ്റ്റംബർ 10 ബുധൻ കുട്ടികളുടെ ദിനം. മുഖ്യ കാർമ്മികൻ റവറൻഡ് ഫാദർ ജോബിൻ പോൾ, സഹവികാരി, ആറയൂർ.
വചന സന്ദേശനം റവറന്റ് ഫാദർ കിരൺ രാജ്, ഇടവക വികാരി, നെടുവാമ്പുഴ. നേതൃത്വം സെന്റ് സൈമൺ BCC യൂണിറ്റ് വിശ്വാസ പരിശീലന കമ്മീഷൻ. 2025 സെപ്റ്റംബർ 11 വ്യാഴം, യുവജന ദിനം. മുഖ്യ കാർമ്മികൻ റവറന്റ് ഫാദർ ജിബിൻ രാജ്, ഇടവക വികാരി, തിരുപുറം. വചന സന്ദേശനം റവറന്റ് ഫാദർ ജേക്കബ് മരിയ OCD, ബെത്സൈദ ആശ്രമം, പുളിങ്കുടി. നേതൃത്വം സെന്റ് തോമസ് BCC യൂണിറ്റ് KC. 2025 സെപ്റ്റംബർ 12 വെള്ളി, വയോജന ദിനം. മുഖ്യ കാർമ്മികൻ റവറന്റ് ഫാദർ ആന്റണി മേരി ക്ലാരറ്റ് OCD, സാൻജോ ഭവനാശ്രമം, കടയ്ക്കൽ. വചന സന്ദേശനം റവറന്റ് ഫാദർ സാബു സേവ്യർ OCD, ബെത്സൈദ ആശ്രമം, പുളിങ്കുടി. തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം. ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഇപ്രകാരമായിരിക്കും. വൈദികൻ ദിവ്യകാരുണ്യം കൊണ്ട് ദേവാലയത്തിന്റെ മുൻവശത്തെ വാതിൽ വഴി പുറത്തു വരുന്നു. ഇടവകജനം 2 വശങ്ങളിലായി നിൽക്കുന്നു. നേതൃത്വം സെന്റ് ബർത്തലോമിയ BCC യൂണിറ്റ്, സെന്റ് മാത്യൂസ് BCC യൂണിറ്റ്. 2025 സെപ്റ്റംബർ 13 ശനി, പരേത സ്മരണ ദിനം. രാവിലെ 6 മണിക്ക് ജപമാല വിധിക്കുന്നു. രാവിലെ 6:30 പരേത അനുസ്മരണ ദിവ്യബലി. മുഖ്യ കാർമ്മികൻ റവറന്റ് ഫാദർ ഇമ്മാനുവൽ ജോൺ OCD, ഇടവക വികാരി. തുടർന്ന് കല്ലറ പ്രാർത്ഥന. ഇടവകയിലെ എല്ലാ ഭവനങ്ങളിലും പോയി കല്ലറ പ്രാർത്ഥിക്കും. വൈകുന്നേരം 5:30 ബൈബിൾ പാരായണം. വൈകുന്നേരം 6 മണിക്ക് ജപമാല, ലിഥിനി, നൊവേന. വൈകുന്നേരം 6:30 സന്ധ്യാവന്ദനം. മുഖ്യ കാർമ്മികൻ റവറന്റ് ഫാദർ ജാക്സൺ ബെഞ്ചമിൻ OCD, ബെത്സൈദ ആശ്രമം, പുളിങ്കുടി. വചന സന്ദേശനം റവറന്റ് ഫാദർ ജൂഡിൻ OCD, കാരോട് ആശ്രമം. നേതൃത്വം സെന്റ് ജൂഡ് BCC യൂണിറ്റ്. തുടർന്ന് ഭക്തി നിർഭരമായ തിരുസ്വരൂപ പ്രദക്ഷിണം. തിരുസ്വരൂപ പ്രദക്ഷിണം ഇപ്രകാരമായിരിക്കും. മുൻപിൽ ഒരു ഫ്ലോട്ട്, അതിനു പുറകിൽ കുരിശ്, തിരികൾ തെളിയിച്ച അൾത്താര ബാലകർ, ധൂപം, അതിനു പുറകിൽ ഫ്ലോട്ട്, അതിനു പുറകിൽ 3 BCC യൂണിറ്റുകാർ, അതിനു പുറകിൽ ഫ്ലോട്ട്, അതിനു പുറകിൽ 3 BCC യൂണിറ്റുകാർ, അതിനു പുറകിൽ ഫ്ലോട്ട്, അതിനു പുറകിൽ 3 BCC യൂണിറ്റുകാർ. തിരുസ്വരൂപ പ്രദക്ഷിണം ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് ചെങ്കവള ജംഗ്ഷൻ വഴി, പനങ്കാല ജംഗ്ഷൻ വഴി ബദിനി സ്കൂൾ പോയി തിരിച്ച് ദേവാലയത്തിൽ. തുടർന്ന് സ്നേഹവിരുന്ന്. 2025 സെപ്റ്റംബർ 14 ഞായർ, ഇടവക ദിനം. വൈകുന്നേരം 3 മണിക്ക് ബൈബിൾ പാരായണം. വൈകുന്നേരം 3:30 ജപമാല, ലിഥിനി, നൊവേന. വൈകുന്നേരം 4 മണിക്ക് ആഘോഷമായ തിരുനാൾ ദിവ്യബലി. മുഖ്യ കാർമ്മികൻ റവറന്റ് ഫാദർ പോൾ ആൽബി OCD, സെന്റ് ജോസഫ് ആശ്രമം, പുളിങ്കുടി. വചന പ്രഘോഷണം റവറന്റ് ഫാദർ ഹെൻസലൻ OCD, സാൻജോ ഭവൻ ആശ്രമം, കടയ്ക്കൽ. നേതൃത്വം പാരിഷ് കൗൺസിൽ, ഇടവക അംഗം. തുടർന്ന് തിരുനാൾ കുറിയാക്ക്. വൈകുന്നേരം 6 മണിക്ക് കലാസന്ധ്യ. അവതരണം BCC യൂണിറ്റ് അംഗങ്ങൾ. ഓരോ യൂണിറ്റും 20 മിനിറ്റിൽ ആത്മീയമായ പ്രോഗ്രാം അവതരിപ്പിക്കും. തുടർന്ന് സ്നേഹവിരുന്ന്. ഈ തിരുനാൾ വിജയത്തിനായി ശ്രദ്ധിക്കേണ്ട കുറച്ചു കാര്യങ്ങൾ. തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ ഇടവക വിശ്വാസികൾ സജീവമായി പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ കുടുംബങ്ങളിൽ നിന്നും തിരുനാൾ വരിയും തിരുനാൾ സംഭാവനകളും നൽകേണ്ടതാണ്. ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് വെള്ള വസ്ത്രം ധരിക്കുകയും മെഴുകുതിരികൾ കൊണ്ടുവരേണ്ടതുമാണ്. തിരുസ്വരൂപ പ്രദക്ഷിണത്തിന് വഴിയോരങ്ങൾ അലങ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. BCC തല ദിവ്യബലി ക്രമീകരണം ഇടവക വികാരിയോട് ആലോചിച്ച് ചെയ്യേണ്ടതാണ്. പരേത സ്മരണ ദിനത്തിൽ കല്ലറകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ട ക്രമീകരണത്തിനായി ഒരുക്കേണ്ടതാണ്. രൂപത നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കാൻ ശ്രദ്ധിക്കുക. ഏവർക്കും തിരുനാൾ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.